താരപ്രചാരകർക്കും മാധ്യമപ്രവർത്തകർക്കും വിശ്രമമില്ലാത്ത നാളുകളാണ് തെരഞ്ഞെടുപ്പ് കാലം. യോഗങ്ങളിൽ നിന്ന് യോഗങ്ങളിലേക്കുള്ള നിലക്കാത്ത ഓട്ടത്തിനിടെ വീണ് കിട്ടുന്ന സമയങ്ങളിലാണ് ഒരു അഭിമുഖമോ സ്റ്റോറി ബൈറ്റോ ഒക്കെ കിട്ടുന്നത്. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിനെ പിടികൂടിയ ഒരു ഓട്ടപ്പാച്ചിലിന്റെ കഥയാണ് ഇനി. ഉത്തർപ്രദേശിലെ കനൌജിലെ ഹെലിപ്പാഡ് മുതൽ ജന്മനാടായ സെയ്ഫായി വരെ പിന്തുടർന്നാണ് അഖിലേഷ് യാദവുമായി കൂടിക്കാഴ്ച നടത്തിയത്. എവിടെ എത്തിയാലും വൻ പുരുഷാരം. തിക്കിത്തിരക്കി ഒരു വിധത്തിൽ അടുത്ത് ചെല്ലുമ്പോൾ അടുത്ത പോയിന്റിൽ കാണാമെന്ന് പറയും. ബസ്സിൽ നിന്നും മുകളിലേക്ക് ഉയർന്നു വരുന്ന ലിഫ്റ്റിൽ നിന്നും ബസ്സിന്റെ പുറത്തു നിന്നും സംസാരിച്ച് കടന്നുപോയിക്കൊണ്ടേയിരുന്നു. ഇനി അഖിലേഷ് യാദവിനോട് സംസാരിക്കാതെ യു പി വിടേണ്ടി വരുമോ എന്ന് ആശങ്കപ്പെട്ടിരിക്കുമ്പോഴാണ് കേരള ഫ്രണ്ട് എന്ന് നീട്ടിയൊരു വിളി. അതുവരെ തടഞ്ഞിരുന്ന കരിമ്പൂച്ചകൾ വഴിയൊരുക്കി. മീഡിയ വൺ ആസ്ഥാനം കാലിക്കട്ടാണെന്ന് പറഞ്ഞതോടെ കാലിക്കട്ട് നിന്നും യു പിയിലെ ഇട്ടാവ ജില്ലയിലേക്ക് എത്ര ദൂരമെന്ന ചോദ്യം സദസ്സിലേക്ക് എറിഞ്ഞുകൊടുത്തു. ഇടയ്ക്ക് അണികളിൽ ഭക്ഷണം കഴിക്കാത്തവർ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കഴിച്ചു എന്ന് കോറസായി പറഞ്ഞെങ്കിലും കഴിക്കാത്ത ചിലരുടെ മുഖം നോക്കി തിരിച്ചറിഞ്ഞു. സംഭാഷണം വീണ്ടും മീഡിയ വണ്ണിലേക്ക്. English, but I'll answer in Hindi. Okay. Is that okay? Okay. Okay, I'll try to speak. शांत की सुन लो फिर. बहुत दूर से आए. This time the anger is there. People want to remove this comment. മണിക്കൂറുകൾ കാത്തിരുന്ന മുഷിപ്പ് മുഴുവനും കഴുകിക്കളഞ്ഞൊരു കൂടിക്കാഴ്ച. തിരക്കിൽ നിന്നും തിരക്കിലേക്ക് യു പിയിലെ ഇന്ത്യ മുന്നണി നായകൻ ഓളിയിട്ടിറങ്ങുകയാണ്. ഉത്തർപ്രദേശിൽ നിന്നും ജിജീഷ് കേസിക്കൊപ്പം ഡി ധനസുമോൾ, മീഡിയ വൺ.